പച്ച വിരിച്ച പാടങ്ങൾക്ക് നടുവിലമരുന്ന മഹാദേവൻ, ഭക്തിയും പ്രകൃതിയും ഇഴചേർന്ന് കിടക്കുന്നിടം. ഇളം കാറ്റിൽ പോലും നമശിവായ മന്ത്രമുള്ള ചേന്നമത്ത് മഹാദേവ ക്ഷേത്രം കരിങ്കല്ലിൽ വിരിഞ്ഞ വിസ്മയമാണ്. ശാന്തസുന്ദരമായ ചാത്തന്നൂർ എന്ന സുന്ദരഭൂമി, നോക്കത്താ ദൂരത്തോളം പച്ചവിരിച്ച് നീണ്ടുകിടക്കുന്ന നെൽപ്പാടം, കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിർമ നൽകുന്ന സുന്ദരമായ ഇടം. ഈ സുന്ദരഭൂമിക്ക് കാവലാളായി കരിങ്കല്ലിൽ തീർത്ത മഹാവിസ്മയമായി ചേന്നമത്ത് മഹാദേവ ക്ഷേത്രവും. ഇവിടെ എത്തിയാൽ പഴങ്കഥകളിൽ കേട്ട ക്ഷേത്രസങ്കല്പം കൺമുന്നിൽ തെളിയും. ചിത്രകാരന്റെ ഭാവനയിൽ തെളിഞ്ഞൊരു ചിത്രമാണോ എന്ന് അത്ഭുതപ്പെട്ടുപോകും. കൃഷിക്ക് കാവലാൾ എന്നോണം ഭഗവാൻ മഹാദേവൻ ഒരു ചെറു കുന്നിന്മേൽ കുടികൊള്ളുന്നു. ഭഗവാൻ സ്വയംഭൂവായെന്നാണ് ഇവിടുത്തെ സങ്കല്പം. ഇങ്ങനെ ഒരു പ്രദേശം നിങ്ങൾ ഈ പറയുന്ന ഈ പരിസരത്തൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് മഹാദേവൻ അത്ര നല്ല അനുഗ്രഹമാണ് എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരെയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ മഹാദേവൻ. ആറുവരി കൽപ്പാളികളിൽ വിരിഞ്ഞു നിൽക്കുന്ന കൃഷ്ണശിലയിലെ സൂക്ഷ്മമായ കുത്തുപണികളുടെ സൗന്ദര്യം വിസ്മയിപ്പിക്കുന്നതാണ്. 700-ൽ പരം വർഷങ്ങൾക്കപ്പുറമുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ഇടത്തരം വലിപ്പമുള്ള അപൂർവം കല്ലുകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ്. വട്ടെഴുത്തിലുള്ള ഒരു ശിലാലിഖിതം ക്ഷേത്രത്തിലുണ്ട്. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചേന്നമത്ത് ക്ഷേത്രമെന്നാൽ സംസ്കാരവും പൈതൃകവും പ്രകൃതിയും ആത്മീയതയും എല്ലാം നിറഞ്ഞ ഒരു സംഗമ ഭൂമിയാണ്. ഇളനീരഭിഷേകമല്ലേ? 2 പേർക്ക് നമ്പൂതിരി തൃക്കേട്ട. ശിവപാർവതിമാർക്കൊപ്പം ഗണപതിയും ശാസ്താവും ബാലമുരുകനും അടങ്ങുന്ന പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചേന്നമത്ത് മഹാദേവ ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ് ഈ തിരുസന്നിധി. ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ പ്രകൃതിയുടെ മനോഹാരിതയും ശാന്തതയും നേരിട്ട് അനുഭവിച്ചറിയാം. കേവലമൊരു ക്ഷേത്രം മാത്രമല്ലിത്. ചരിത്രം, സംസ്കാരം, പ്രകൃതി, ആത്മീയത എന്നിവയുടെ സംഗമ ഭൂമി കൂടിയാണ്. ഗ്രാമനന്മകളെ മുഴുവൻ വാരിയണിഞ്ഞ ഇവിടം ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം.